വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇത് പരിഗണിച്ച് ഇരട്ടുകാനം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് രാത്രി യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജെയിനിസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? മഴ ഇപ്പോൾ ഏതൊക്കെ മേഖലയിൽ തുടരുന്നുണ്ട്? മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിലടക്കം എന്തൊക്കെ ജാഗ്രത പുലർത്തുന്നുണ്ട്? പ്രജീഷ്, ഇടുക്കിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മഴ തുടരുകയാണ്. ഏതാണ്ട് 6 ദിവസമായി ശക്തമായ മഴയാണ്. ആ മഴയെ തുടർന്ന് വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം വട്ടവടയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. വട്ടവടയിൽ ഒരു യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹം കനാലിൽ വീണ് മരിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് 6 ദിവസത്തിലധികമായി. വെളിച്ചമില്ലാത്തതുകൊണ്ട് രാത്രി വന്നപ്പോൾ കാൽ വഴുതി കനാലിൽ വീണ് ഉണ്ടായ മരണമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വട്ടവട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിൽ കല്ലാറിന് സമീപമാണ്. കരടിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ റോഡിൻ്റെ വീതി കൂട്ടുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ മണ്ണ് നീക്കം ചെയ്തിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്നാണ് എൻ്റെ സമീപത്ത് കാണുന്ന ഈ കെട്ടിടം അപകടാവസ്ഥയിലായത്. ഈ സംഭവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇതുവഴിയുള്ള ഗതാഗതം ഇരിട്ടുകാനം മുതൽ ഏതാണ്ട് 2-ാം മൈൽ വരെയുള്ള 14 കിലോമീറ്ററിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. കാരണം ഈ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണിടിഞ്ഞു പോകുന്ന ഇത്തരത്തിലുള്ള വലിയ മരങ്ങൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിൻ്റെ വീതി കൂട്ടിയതുമായി ബന്ധപ്പെട്ട് കുറേ മരങ്ങൾ അതിൻ്റെ വശം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ആ മരങ്ങളൊക്കെ പൂർണ്ണമായും ആ സംരക്ഷണം ഭിത്തി അല്ലെങ്കിൽ ആ മണ്ണെടുത്ത് മാറ്റിയ ഭാഗത്താണ് ഉള്ളത്. അതൊക്കെ ഏത് സമയത്തും കടപുഴുകി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്തും ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അതിനും കാരണം അവിടെ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം കടപുഴുകി വീഴാനുള്ള സാധ്യതയും പരിഗണിച്ചുകൊണ്ടാണ്. ഇതിന് പുറമെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ എല്ലാ വർഷവും മഴക്കാലത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനാലാണ്. പക്ഷേ ഈ ഭാഗത്ത് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച ഭാഗത്ത് ഇതുവഴി ഇപ്പോഴും വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ വാഹനത്തിലുള്ളത് വിനോദസഞ്ചാര മേഖലയാണല്ലോ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ, മുന്നറിയിപ്പുകൾ, ജാഗ്രത, കാരണം പ്രത്യേക സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് റോഡിന്റെ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ നിമിഷവും ഇടിഞ്ഞു വീഴാൻ തക്ക രീതിയിലേക്ക് റോഡ് പലയിടത്തും മാറിയിട്ടുണ്ട്. അപ്പോൾ വിനോദസഞ്ചാരികൾക്കൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സ്വയം അവർ കരുതലൊക്കെ എടുക്കേണ്ട സാഹചര്യം ബോധ്യപ്പെടുത്തുന്നുണ്ടോ അവരെ? തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾക്കൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. ചില വിനോദസഞ്ചാര പദ്ധതികൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. അത് പ്രദേശവാസികൾ, ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് കൂടി ബാധകമാണ്. അത് അനാവശ്യ യാത്രകൾ മലയോര മേഖലയിലേക്ക് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചില അത്യാവശ്യ ആവശ്യങ്ങൾക്ക് പോകാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അനാവശ്യ യാത്രകൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. വിനോദസഞ്ചാരികൾ തീർച്ചയായിട്ടും മലയോര മേഖലയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു അപകട സാധ്യത ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പലയിടത്തും മണ്ണിടിച്ചിലും മരം വീണുള്ള അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴുകി വീണിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ഒരു വലിയ ഒരു മനുഷ്യ ജീവന നാശം ഉണ്ടാകാതെ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും വാഹനത്തിൽ ആളുകൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ മരം വീഴുന്നത് കണ്ട് പെട്ടെന്ന് വാഹനം നിർത്തി അതിന് സമീപത്ത് ബോണറ്റിലേക്കൊക്കെ മരച്ചില്ലകൾ വന്ന് അടിക്കുന്ന സംഭവങ്ങളാണ് ഇതിനു മുമ്പ് ഉണ്ടായത്. പക്ഷേ വരും മണിക്കൂറുകളിലും മഴ ശക്തമാണ്. ഇന്നും നാളെയും ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അപകട സാധ്യത കൂടുതലാണ്. കാരണം തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വലിയ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും രാത്രി യാത്ര അല്ലെങ്കിൽ ഈ മലയോര മേഖലയിലേക്കുള്ള യാത്ര, അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. ഇന്നിപ്പോൾ പല സ്ഥലത്തും മരം വീണും അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകൾ വീണും വീടുകൾക്ക് പോലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ 48 വീടുകളാണ് ജില്ലയിൽ തകർന്നത്. അതിൽ 23 വീടുകൾ തകർന്നത് കഴിഞ്ഞ 4 ദിവസം. ഇടുക്കിയിൽ പെയ്യുന്ന മഴയുടെയും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെയും തത്സമ വിശദാംശങ്ങൾ നൽകിയത്.